ശക്തരായ പ്രതിയോഗികൾ ഉണ്ടെങ്കിലും തുടർച്ചയായി വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ പ്രചരണം. ഓരോ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച റോഡ് ഷോകളിലാണ് സ്ഥാനാർത്ഥി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ആ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇതാ ഇതുവഴി കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണാൻ, നിങ്ങളെ കേൾക്കാൻ അറിവിന്റെ ആറാം തമ്പുരാൻ കടന്നു വരുന്നു. ലോകമറിയുന്ന ഇന്ത്യയുടെ വിശ്വ പൗരൻ ശശി തരൂർ കടന്നു വരുന്നു. ദിവസവും രാവിലെ 7:30 റോഡ് ഷോ ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും തന്നെയാണ് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടകനായി ഉണ്ടാവുക. ശശി തരൂരിന്റെ ഇടപെടലുകളിലൂടെ ഈ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹം നടുനായകത്വം വഹിച്ചു എന്ന ആ മന്ത്രിസഭയിൽ അംഗമായി. നിയോജക മണ്ഡലത്തിലെ പ്രധാന നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം വാഹനത്തിലുണ്ടാവും. അവരാണ് റൂട്ട് നിശ്ചയിക്കുക. ഓരോ മണ്ഡലത്തിലെയും പ്രധാന കവലകളിലും കോളനികളിലും സ്ഥാനാർത്ഥിയെത്തും. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് യാത്ര. ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രത്തിലും പ്രവർത്തകർ ഒരുക്കുന്നത്. ശക്തമായ പ്രചരണമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് റോഡ് ഷോ കടന്നു പോകുന്നത്. എങ്ങനെയുണ്ട് പൊതുവെ ജനങ്ങളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ? നന്നായിരിക്കും. ഇതുവരെ എന്തായാലും ഞാൻ കണ്ടിരിക്കുന്നത് ജനങ്ങളുടെ സ്നേഹവും ആവേശവും കൈവീശലും പുഞ്ചിറിയും ഒക്കെ വലിയ സന്തോഷകരമാണ്. സ്വീകരണങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം രാഷ്ട്രീയ നിലപാട് കൂടി പങ്കുവയ്ക്കും. എന്തൊക്കെയാണ് നമ്മളിപ്പോ നേരത്തെ നടപ്പിലാക്കിയ വികസനങ്ങൾക്കൊപ്പം പുതിയ പദ്ധതികൾ എന്തെങ്കിലും മുന്നോട്ട് എന്തൊക്കെയാണ് നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ജനങ്ങൾ നമുക്ക് പല കാര്യം വെക്കാനുണ്ട്. ഒന്നാം കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എംപിക്ക് ചെയ്യാനുള്ളത് എല്ലാം ഞാൻ അവർക്ക് ചെയ്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വേറെ എംപിമാർക്ക് ചെയ്യാൻ സാധിക്കാത്തതും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ടെക്നോ പാർക്കിൽ ഓറക്കലും നിസാനും ടോറസ് ഡൗൺ ടൗണിൽ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഓരോരോ പ്രതിസന്ധി വരുമ്പോൾ അവരെ ഓരോരോ ബുദ്ധിമുട്ടിന് വേണ്ടി അതിനൊപ്പം നിന്നിട്ടുണ്ടാവും. സൈക്ലോൺ ഓഖി സമയത്ത് തീരദേശത്തിലും എല്ലാ നേവി, കോസ്റ്റ് ഗാർഡ്, മന്ത്രിമാരെ ഒക്കെ സമ്പർക്കം ചെയ്ത് ആ പാരിഷ് ഹാൾ ഇന്ന് എൻ്റെ ഫോൺ ഈ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ തന്നെ നേവൽ കപ്പലിൽ അവർ കൊണ്ടുപോയത്. ഈ മത്സ്യത്തൊഴിലാളി അവിടെ നമ്മുടെ സമുദ്രത്തിൽ നഷ്ടപ്പെട്ടവർ തിരയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ കോവിഡ് വന്നപ്പോൾ അഭിമാനമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു എം പി ആയിട്ട് ആദ്യത്തെ ഒരു എം പി ഉണ്ടാവും ഇന്ത്യയിൽ. ആ സമയത്ത് 24 മണിക്കൂറിനകത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഉടനെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ, പിന്നെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും PP ഗൗൺസും മാസം ആർക്കുണ്ട് കൊണ്ടുവന്നു. നമ്മുടെ RT-PCR ടെസ്റ്റിംഗ് കിറ്റ്സ് ആദ്യത്തെ ഇന്ത്യത്തെ മാനുഫാക്ചർ ആദ്യത്തെ ബാച്ചിൻ്റെ ഒരു ഭാഗം പൂനെ ഞാൻ വരുത്തി. ഇതിനൊക്കെ നമ്മളുടെ മുഖ്യമന്ത്രി അടക്കം ആ സമയത്ത് എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ ഒരു MP അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പല ദേശീയ നിലപാട്, രാഷ്ട്രീയ നിലപാടിൽ ഞാൻ അവർ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. അത് പാർലമെൻറ്റ് അകത്തും വെളിയിലും ദേശീയം അന്താരാഷ്ട്രീയ വേദികളിലും ഞാൻ നമ്മുടെ മൂല്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മതേതരത്തിന് വേണ്ടി, നമ്മളുടെ എല്ലാ വിധത്തിലത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനിയും ഞാൻ തുടരാൻ തയ്യാറായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണൊരു ശക്തമായ ത്രികോണ മത്സരമുണ്ടോ? അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ 4-5 ആഴ്ച കാണുന്നത് അങ്ങനെയല്ല. എന്താ കാരണം അറിയില്ല. പക്ഷേ ലെഫ്റ്റിൻ്റെ ഒരു പ്രചരണം അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ തീ പിടിച്ചിട്ടില്ല. ഹാസൻ കോട്ട് ഫയർ. അപ്പോൾ ഇത് ശരിക്ക് BJPയും ഒരു ഭാഗത്തും UDF ഒരു ഭാഗത്തും കാണുന്ന ഒരു മത്സരമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. പ്രചാരണത്തിന് ഒരുപാട് വിഷയങ്ങൾ ഉള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകളും തന്നെയാണ് പ്രധാന അജണ്ട. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ടെക്നോ പാർക്കിൽ ഇനിയും കമ്പനികൾ വരണം. അവിടെ കൈക്കൊടുന്ന വികസനം നല്ലോണം ഈ 15 വർഷക്കാലത്തിൽ 17,000 ആൾക്കാർ പ്രവർത്തിച്ച ടെക്നോ പാർക്ക് 75 ആയിട്ടുണ്ട്. 3 ഫേസ് ആയിട്ടുണ്ട്. അതിന് മുന്നോട്ട് കൊണ്ടുപോകണം. എയർപോർട്ട് വികസനം ഇപ്പോൾ നമ്മുടെ ഒരു PPP എയർപോർട്ടായ ശേഷം അതിൽ നമുക്ക് ഉറപ്പമായിട്ട് ഇനിയും ഫ്ലൈറ്റ്സ് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാനൊരു വലിയൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ്. നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനൊപ്പം എയർലൈൻസിനെ കൊണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് അതും തുടരും.
അന്യായങ്ങളുമൊക്കെ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ഭരണഘടന പോലെയുള്ള ഭാരതമാണ് ഉണ്ടാക്കുന്നത്. പ്രചാരണത്തിനിടെ പ്രാദേശിക വിഷയങ്ങളിലും ഇടപെടേണ്ടി വരും സ്ഥാനാർത്ഥിക്ക്. സംസ്ഥാന സർക്കാരും MLAയും ചെയ്യുന്ന ജോലിയാണ്. MP-യുടെ ജോലി ഡൽഹിയിൽ പാർലമെന്റ്. നല്ല ചൂടുണ്ടാവും പുറത്തെങ്കിലും പ്രചരണം അതിന്റെ വഴിക്ക് തന്നെ പോകുമെന്ന് ശശി തരൂർ പറയുന്നു. നല്ല ചൂടാണ്. പിന്നെ ഞങ്ങൾ ജനങ്ങളുടെ ആവേശത്തോടെ വിട്ട റൂട്ടിനെ വിട്ടിട്ട് പല ഭാഗത്തും പോകുന്നുണ്ട്. നേരം കൂടുതൽ എടുക്കുന്നുണ്ട്. ആ ചൂടിനെ അനുഭവിക്കുക, വേറെ മാർഗമില്ല. നമ്മൾക്ക് ഇനി 2 ആഴ്ചയുള്ളൂ. ഈ 2 ആഴ്ചത്തെ എല്ലാ നിമിഷത്തെയും ഉപയോഗിക്കണം. ഈ ചില വിമർശനങ്ങളൊക്കെ കൂടി പ്രധാനമായും പ്രതിപക്ഷ ഈ സർക്കാരൊക്കെ ഉയർത്തുന്നുണ്ട്. ഈ CA അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചില്ലെന്ന്. അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടി ആവില്ലേ പ്രചരണം? എന്താ അവർക്ക് ഗൂഗിളിൽ തരാനുള്ള കഴിവില്ലേ എന്നാണ് ചോദ്യം. CA ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞാനാണ് ആദ്യം എതിരിച്ചത്. ഇതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടിയത് ഭരണഘടന ലംഘനമാണ്. അത് കഴിഞ്ഞിട്ട് ഡിബേറ്റിൽ ഞാൻ പ്രസംഗിച്ചു. അമിത്ഷാ പ്രസംഗിച്ചപ്പോൾ ഞാൻ തർക്കിച്ചു. എല്ലാം ചെയ്ത ശേഷം ഞാനാണ് ആദ്യം ഇന്ത്യൻ MP ഷഹീൻ ബാഗിയുടെ ഉമ്മമാരും ഉച്ചയോടെ താൽക്കാലിക ഇടവേള. 3 മണിയോടെ വീണ്ടും പ്രചാരണം ആരംഭിക്കും. രാത്രി വൈകിയും വിവിധയിടങ്ങളിൽ നിരവധി പ്രവർത്തകരും നാട്ടുകാരും സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഏറെ നേരം കാത്തുനിന്നവരോട് ക്ഷമാപണം നടത്തി പ്രചരണം മുന്നോട്ട് പോകും. അത് രാത്രി 10 മണി വരെ തുടരും. വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരത്ത്. രാവിലെ തുടങ്ങിയ പ്രചരണം രാത്രി വൈകിയുമാണ് സ്ഥാനാർത്ഥികളെ തുടരുന്നത്. ശശി തരൂരിന്റെ കാര്യത്തിലും നാടിന്റെ ഓരോ പ്രദേശത്തും ജനങ്ങളെ നേരിട്ട് കണ്ട വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി. നിങ്ങളറിയാവുന്ന ഈ നാടറിയുന്ന ഈ നാടിന്റെ നാടീയ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന അനന്തപുരിയുടെ സ്വന്തം തരൂർ